കഷ്ടം അടുത്തിരിക്കയാൽ, ഹല്ലേലൂയ സ്തോത്രം, എന്നെ വിട്ട് അകന്നിരിക്കരുതേ. ഒരു കഷ്ടം എൻ്റെ അടുത്തിരിക്കുകയാണ്. എൻ്റെ അടുത്തൊരു കഷ്ടം ഇരിക്കുന്നു. അതുകൊണ്ട് ദൈവമേ, എന്നെ വിട്ട് അകന്നിരിക്കരുത്. ഒന്നാമത്തെ അഭ്യർത്ഥന. 2, എന്നെ സഹായിപ്പാൻ എന്തില്ല? ആരും ഇല്ല. അപ്പോ സഹായിപ്പാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ താനായിരിക്കുന്നു. സഹായിപ്പാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ താനായിരിക്കുന്നു. ഈ 2 അനുഭവങ്ങൾ അല്ലെ സങ്കീർത്തനക്കാരന് സംഭവിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഒരു സമയത്ത് എല്ലാവരും, ഇത് മിശിഹാ സങ്കീർത്തനമാണ്, ഒരു സമയത്ത് കർത്താവിൻ്റെ അടുക്കൽ എല്ലാവരും ഉണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? വ്യഭിചാരികളുണ്ടായിരുന്നു, ദരിദ്രരുണ്ടായിരുന്നു, ചുങ്കക്കാരുണ്ടായിരുന്നു, ലോകത്തിൽ പാപത്തിൻ്റെ പട്ടികയിൽ എഴുതത്തള്ളപ്പെട്ടവരുണ്ടായിരുന്നു, പരീശന്മാരുണ്ടായിരുന്നു, വയറ് വിശന്നവരുണ്ടായിരുന്നു, ഒരു ഗതിയുമില്ലാത്തവരുണ്ടായിരുന്നു. എന്നാൽ ഒരു സമയമായപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് വന്നു കർത്താവ് ഈ ലോകം വിട്ടുപോകാനുള്ള സമയം ഏറ്റവും അടുത്തപ്പോൾ, നമ്മുടെയൊക്കെ സമയം അടുത്തെന്ന് ഒരു സൂചന പോട്ടെ അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. ഒരു സൂചന പോലെ നമ്മുടെ സമയവും അടുക്കുമ്പോൾ എല്ലാവരും നമ്മെ വിട്ടുപോകും, വിട്ടകലും. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 48 തൊട്ട് 50 വരെ 2 വാക്യങ്ങൾ ഒന്ന് ഓടിച്ച് വായിച്ച്. ഒന്നുകൂടെ വായിച്ച്. യേശു അവരോട്, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ എന്നെ പിടിപ്പാൻ വാളും വടിയുമായിട്ട് വന്നോ? ഞാൻ ദിവസേന ദൈവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നിട്ടും എന്നെ നിങ്ങൾ പഠിച്ചില്ല. ഇത് നിങ്ങളുടെ നാഴികയാണ്. എന്തിൻ്റെ നാഴിക? എന്നെ വിധിച്ച്, എന്നെ ക്രൂശിച്ച്, എന്നെ പുരോഹിതന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച്, എന്നെ ന്യായശാസ്ത്രികളുടെ കയ്യിൽ ഏൽപ്പിച്ച്, എന്നെ പരീശന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച്, ഗബത എന്ന് പറയുന്ന എണ്ണച്ചക്കുള്ള പീലാത്തോസിന്റെ കൽത്തളത്തിൽ എന്നെ ഇടിച്ച് പിഴിഞ്ഞ് മുറിവേൽപ്പിച്ച് എന്നെ വേദനിപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കാനായിട്ടുള്ള മരക്കുരിശ് എന്നെ ഏൽപ്പിച്ച് 7 സ്ഥലത്ത് എന്റെ രക്തങ്ങൾ ചിന്തി ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കാൽവരിയിൽ കൊണ്ടുപോയി എന്നെ ക്രൂശിക്കേണ്ട ഒരു സമയമെടുത്തു. ഒരു സമയം അടുത്തു. ഞാനിത് പ്രതീക്ഷിച്ചിരുന്ന സമയം, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന സമയം. 3 പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു, എന്നെ അവർ പിടിക്കും, എന്നെ തല്ലും, എന്നെ വിസ്തരിക്കും, എന്നെ ക്രൂശിക്കും, ഞാൻ മരിക്കും, ഞാൻ അടക്കപ്പെടും, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എൻ്റെ കർത്താവ് 3 പ്രാവശ്യം ശിഷ്യന്മാരോട് വ്യക്തമായി പറയപ്പെട്ട ആ സമയം, ആ സമയമെടുത്തപ്പോൾ കർത്താവിൻ്റെ നേരെ വടിയും വാളുമായിട്ട് ഒരു കള്ളൻ എന്നുള്ള നിലവാരത്തിൽ മറ്റുള്ളവർ വന്നപ്പോൾ, പ്രിയ ദൈവമക്കളെ, 12 കുട്ട അപ്പം മിച്ചം കൊടുത്ത് ശിഷ്യന്മാരുടെ കുടുംബം പോറ്റാനായിട്ട് 12 കുട്ട അപ്പം കൊടുത്ത ശിഷ്യന്മാർ കൂടെയില്ല. 5000 പേരെ ഒരുമിച്ചിരുത്തി സമയം വൈകി അവരെ വിട്ടാൽ അവർ തളർന്നു പോകുമെന്ന് പറഞ്ഞ് പന്തിയായിരുന്ന ആഹാരം കൊടുത്തവർ കർത്താവിൻ്റെ കൂടെയില്ല. പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് നിയമം എഴുതി വെച്ച് രക്തസാവക്കാരി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞു, നിന്റെ ബാധ നീങ്ങി, നീ സ്വസ്ഥമാക എന്ന് പറഞ്ഞ
ആ സഹോദരിയും ആ മാതാവും ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. വിലാപ യാത്ര ചെയ്ത നൈൽ പട്ടണത്തിലെ വിധവ, ആ വീട്ടിനകത്ത് 2 മരണം നടക്കുന്നു. ഒന്ന് ഭർത്താവ് മരിച്ചു, അവൾ വിധവയായി. 2 തനിക്കുണ്ടായിരുന്ന ഏക മകനും മരിച്ചു. അടക്കപ്പെടുവാനായിട്ട് പോയ വിലാപ യാത്രയെ തടഞ്ഞ ഹല്ലേലൂയ സ്തോത്രം അതിനെ ആനന്ദ യാത്രയാക്കി മാറ്റി. ആ യാത്രയിൽ പങ്കെടുത്തവരും കർത്താവിൻ്റെ കൂടെ ഇല്ല. ഒരു വാക്ക് പറയാൻ, ഇതൊരു അന്ത്യസമയമാണ്, ഇതൊരു അന്ത്യസമയമാണ്. ഈ സമയത്ത് ആരും നിന്നോടെ കാണില്ല. നിന്നോടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരും കാണില്ല. നിന്നോടെ ഇരുന്ന് വചനം വായിക്കാൻ ആരും കാണില്ല. നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരും കാണില്ല. ആ ഒരു സമയത്തേക്ക് എത്തി നിൽക്കുന്നു. ആ ഒരു സമയത്തേക്ക് എത്തി. ആ സമയമായപ്പോൾ കർത്താവ് പറയുകയാണ്, ഇത് മിശിഹാ സങ്കീർത്തനമാ, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഒരു കഷ്ടം എന്നെ അടുത്തിരിക്കുന്നു. എന്നെ ഇതിൽ നിന്നൊന്ന് വിടുവിക്കണം. എങ്ങനെ വിടുവിക്കണം? എങ്ങനെ വിടുവിക്കണം? ഈ കഷ്ടത്തിൽ നിന്ന് എങ്ങനെ വിടുവിക്കണം? ആ സങ്കീർത്തനത്തിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 9-ാം വാക്യം, നീ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. എങ്ങനെ വിടുവിക്കണം? എങ്ങനെ വിടുവിക്കണം? ഞാൻ അമ്മയുടെ പാല് കുടിച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ഭയവും ഇല്ലായിരുന്നു, ഒരു പേടിയും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഇരിക്കുന്നത് അമ്മയുടെ മടിയിലാണ്. എൻ്റെ ചുണ്ടിൽ എന്നെ കരയിപ്പിക്കുന്നത്, ശമിപ്പിക്കാനുള്ള അമൃത് കുടിച്ചോണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ആ അമൃത് ഞാൻ കുടിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ നിർഭയം വസിച്ചു കൊണ്ടിരുന്നു. അതുപോലെ ഈ കഷ്ടം അടുത്തിരിക്കുമ്പോൾ, ഈ വേദന അടുത്തിരിക്കുമ്പോൾ, ഈ കണ്ണുനീർ അടുത്തിരിക്കുമ്പോൾ, ഈ പ്രതികൂലം അടുത്തിരിക്കുമ്പോൾ എനിക്കൊരു നിർഭയം നിന്റെ മുമ്പിൽ വസിക്കണം. നിന്റെ മുമ്പിൽ വസിക്കണം. വേറെ ആരെ മുമ്പിൽ എനിക്ക് വസിക്കണ്ട. എനിക്ക് ആരെ മുമ്പിൽ വസിക്കണം? എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവന്റെ ഹല്ലേലൂയ മുമ്പിൽ എനിക്ക് വസിക്കണം. അങ്ങനെ എന്നെ സഹായിപ്പാൻ നീ എന്ത് ചെയ്യണം? വേഗം, അങ്ങനെ സഹായിപ്പാൻ വേഗം വരണം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നോക്കണമേ, അടുത്ത 10-ാം വാക്യം കൂടെ വായിച്ചേ. ഗർഭപാത്രത്തിൽ എന്റെ അപ്പനല്ല എന്നെ സൃഷ്ടിച്ചത്, ഗർഭപാത്രത്തിൽ നീ എന്നെ ഏൽപ്പിക്കപ്പെട്ടു. ഇന്ന ആളുടെ മകനായി ജനിക്കണമെന്ന്, ഇന്ന അമ്മയുടെ മകനായി ജനിക്കണമെന്ന് നീയാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടത്, മറ്റാരുമല്ല. ലോകത്തിൽ എത്ര യഹൂദന്മാരുണ്ടായിരുന്നു, അവരെ ആരുടെയും ഉദരത്തിൽ ജനിപ്പിക്കാതെ ഒരു ദാരിദ്ര്യം പിടിച്ച മറിയയുടെ ഉദരത്തിനകത്ത് നീ എന്നെ ജനിപ്പിച്ചു അല്ലേ? ഈ ലോകത്തിൽ എത്ര ജാതി ആല്യാസ്ത്രം ചെയ്യുന്ന 1800 സംതിങ് ജാതിയുണ്ട്. ആ ജാതി, മേൽജാതിയുണ്ട്, പട്ടനുണ്ട്, മേനോനുണ്ട്, നായരുണ്ട്, ഹാലലിയാസ്വത, നമ്പ്യാർ, അങ്ങനെ മേൽജാതിക്കാരുണ്ട്. അവരാരുടെയും ഇടയിൽ ജനിപ്പിക്കാതെ ഒരു ഹീന ജാതിയായ ആ ജാതിയിൽ നീ എന്നെ ജനിപ്പിച്ചു. അത് നിന്റെ ഇഷ്ടമായിരുന്നു. അതെന്തായിരുന്നു? നിന്റെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തെ ഞാൻ എതിർത്തില്ലല്ലോ, ഞാൻ തടഞ്ഞില്ലല്ലോ, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലല്ലോ. നിന്റെ ഇഷ്ടം നിറവേറിയെങ്കിൽ
ഇവിടെയും നിന്റെ ഇഷ്ടം നിറവേറണം. ഇവിടെയും നിന്റെ ഇഷ്ടം നിറവേറണം. അതിനുവേണ്ടി സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക. 107 സങ്കീർത്തനത്തില് ഹല്ലേലൂയ സ്തോത്രം 102 സങ്കീർത്തനത്തിന്റെ 7 വാക്യം 6-7 വാക്യങ്ങൾ വായിച്ചാൽ 102 6-7 എങ്ങനെ ഇരിക്കുന്നു? മരുഭൂമിയിലെ വേഴാമ്പൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ചുറ്റിലും സഹായത്തിന് വേണ്ടി ഒന്ന് വിളിക്കാൻ, ചുറ്റിലും സഹായിപ്പാനായിട്ട് ഒരുന്ന് കൈത്താങ്ങാൻ വിളിക്കാൻ ആരുമില്ലാത്ത സ്ഥലത്ത് ഞാൻ എങ്ങനെ ഇരിക്കുന്നു? ഒരു വേഴാമ്പൽ കണക്ക് ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരു വേഴാമ്പൽ പോലെ ഞാനായിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ അനുഭവം നിങ്ങൾക്കുണ്ടോ? ഈ അനുഭവം ഇല്ല അല്ലേ? ഈ അനുഭവം നിങ്ങൾക്കില്ലല്ലോ. ഉണ്ടോ? പറ, ഈ അനുഭവം ഉണ്ടോ? എങ്കിൽ ഉയരത്തിലേക്ക് നോക്ക. ഹല്ലേലൂയ സ്തോത്രം. എങ്കിൽ ഉയരത്തിലേക്ക് നോക്ക. ഭൂമിയിൽ ഒരു സഹായവും നിനക്ക് കിട്ടില്ല. സഹായമല്ല, നിന്റെ കയ്യിൽ നന്മയുണ്ടായിരുന്നപ്പോൾ അല്ലേ? ധൂർത്തപുത്രന്റെ കയ്യിൽ നന്മയുണ്ട്, അന്ന് എല്ലാവരും ഉണ്ട്. ഒരു വ്യക്തിയില്ലാതെ എല്ലാവരും ഉണ്ട്. അണ്ടാന്ന് വിളിക്കാൻ ആളുണ്ട്, മാമാന്ന് വിളിക്കാൻ ആളുണ്ട്, ചെറ്റപ്പാന്ന് വിളിക്കാൻ ആളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നീ എപ്പോഴും വന്നണ്ടാന്ന് ചോദിച്ചോണ്ട് വരാൻ ദേശത്തിലുള്ളവരുണ്ട്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, ഒന്നുമില്ലാതായപ്പോൾ, വയറ് നിറയ്ക്കാൻ പന്നിയുടെ വാളര നീ ആഗ്രഹിക്കുമ്പോൾ നിന്റെ കൂട്ടത്ത് ആരുമില്ല. നീ ആദ്യം പറ, നീ ചെയ്തത് സ്വർഗത്തോട് നീ ഒരു തെറ്റ് ചെയ്തു എന്ന് ആദ്യം ദൈവത്തോട് സമ്മതിച്ചിട്ട് അപ്പന്റെ ഭവനത്തിലേക്ക് സ്വർഗീയ അപ്പനെ ഒന്ന് നോക്കിക്കൊണ്ട് പറ, നീ എന്നെ ഒന്ന് വാരി ചുംബിക്കണമേ എന്ന. എൻ്റെ ശരീരം മുഴുവനും അഴുക്കാണ്. എൻ്റെ ശരീരത്തിൽ നല്ലൊരു വസ്ത്രമില്ല. സമ്പത്തുണ്ടായിരുന്നപ്പോൾ നല്ല വസ്ത്രമുണ്ടായിരുന്നു. സമ്പത്തുണ്ടായിരുന്നപ്പോൾ നല്ല ആഹാരം ഞാൻ കഴിച്ചു. പക്ഷേ ഇന്ന് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടപ്പോൾ ആരുമില്ല. അപ്പൊ നാറിയ ഉടുപ്പും ഇട്ടുകൊണ്ട്, നാറിയ ശരീരവുമായിട്ട്, ഒട്ടിയ വയറുമായിട്ട് എൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നു. എന്നെ ഒന്ന് വാരി ചുംബിക്കാൻ, എന്നെ ഒന്ന് വാരി അണയ്ക്കാൻ നിനക്ക് മനസ്സാകണമേ എന്ന. പ്രിയ ദൈവമക്കളെ, ഒന്ന് ദൈവത്തോട് പറയാമോ? ഒന്ന് ദൈവത്തോട് പറയാമോ? എന്നെ ഒന്ന് വാരി അണയ്ക്കണമേ എന്ന. തകർന്നു. നിങ്ങൾക്കറിയാമോ, ലൂക്കോസില് ധനവാനായ മനുഷ്യന്റെ വീട്ടിൽ കിടക്കുന്ന ലാസർ, ധനവാനാണവൻ, തൂമ്പറ വസ്ത്രം ധരിച്ച് ആഡംബരം കാണിച്ച് ജീവിക്കുമ്പോൾ അവന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്ക് ഭക്ഷിക്കാനായിട്ട് ആഗ്രഹിച്ച് കിടക്കുന്ന ലാസറിനെ തേടി വന്ന ദൈവത്തിന്റെ ദൂതൻ ഇന്ന് പകൽക്കാലം നമ്മെ ഓരോരുത്തരെയും തേടി വരാൻ സ്വർഗത്തിൽ നിന്ന് ദൈവദൂതനായിക്കട്ടെ. അല്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യരും കാണില്ല നിന്റെ അടുക്കൽ. നിന്റെ കൂടെ അവസാനം വരെ ഇരിക്കാന്ന് പറഞ്ഞ ഭാര്യയും നിന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ കാണില്ല. നിന്നെ പോറ്റി പുലർത്തി സംരക്ഷിക്കാൻ പറഞ്ഞ നിന്റെ ഭർത്താവും നിന്റെ അടുക്കൽ കാണില്ല.
നിന്റെ അടുക്കൽ കാണാനുള്ളത് ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ജീവിതം ഇന്ന് എന്തായിരിക്കുന്നു? കഷ്ടത എന്നെ അടുത്തു വന്നിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കഷ്ടത അടുത്തു വന്നിരിക്കുന്നു. സഹായിപ്പാൻ ആരുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഭാര്യ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താക്കന്മാരുള്ള വീടൊന്ന് കൈപൊക്കിയേ. ഇനി ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഭാര്യ കൂടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന വീടുകളൊന്ന് കൈപൊക്കിയേ. ഉണ്ടോ? ആ പ്രാർത്ഥനയിലൊന്ന് സഹായിക്കാനുണ്ടോ കൂടെ? ഉണ്ടോ ഗീത സിസ്റ്ററെ? ഉണ്ടോ ജിജു സിസ്റ്ററെ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര മാസങ്ങൾ കഴിഞ്ഞു? ഹല്ലേലൂയ, സ്തോത്രം. ഉണ്ടോ? ഒറ്റയ്ക്ക് പറ, കൂടെ ഇരുന്നൊന്ന്. നമ്മുടെ വിഷയം ഇതാണ്. ഈ തകർന്നിരിക്കുന്ന വിഷയത്തിൽ ദൈവത്തിനെ നമ്മെ സഹായിക്കാൻ കഴിയൂ. നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന കുടുംബം എത്രയുണ്ട്? മക്കളെ പ്രാർത്ഥിക്കാൻ പറയും. മക്കളെ പ്രാർത്ഥിയിട, മോളെ പ്രാർത്ഥിയിര്, മോനെ പ്രാർത്ഥിയിര്. നമ്മളെ കണ്ടല്ലേ അവർ പഠിക്കുന്നത്? നമ്മളെ കണ്ടല്ലേ അവർ പഠിക്കുന്നത്? നീയും നിന്റെ ഭർത്താവും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാതെ മക്കളടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തോട് സംസാരിക്കുന്നല്ലേ? വഴിയേ ഉള്ള യാചന, ഒരു വഴി തെളിക്കുന്ന യാചനയാണ് പ്രാർത്ഥന. എന്ത് വഴി? പ്രാർത്ഥനയ്ക്കുള്ള നിർവചനം പറഞ്ഞേ. പ്രാർത്ഥനയ്ക്കുള്ള നിർവചനം പറ. നമ്മളെ തലച്ചോറിന് എത്ര വെയിറ്റ് ഉണ്ട്? 1349 ഗ്രാം തൂക്കമുള്ള തലച്ചോറ്. ഞാൻ പറഞ്ഞല്ല, ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചതാണ്. 1349 ഗ്രാം തൂക്കമുള്ള തലച്ചോറ്. ആ തലച്ചോറുകൾ 4-5 പേര് ചേർന്ന് ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും സാധിപ്പിക്കാത്ത കാര്യം, ആ കാര്യം സാധിപ്പിക്കുന്ന ദൈവത്തെ കൊണ്ട് സാധിപ്പിക്കത്തക്ക നിലവാരത്തിൽ യാചിക്കുന്നതാണ് പ്രാർത്ഥന. നമ്മളെ കൊണ്ട് സാധിപ്പിക്കാൻ കഴിയാത്ത കാര്യം സാധിക്കുന്ന ദൈവത്തോട് യാചിക്കുന്നതാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥനയുടെ നിർവചനം. നമ്മളെ കൊണ്ട് എന്ത് കാര്യം സാധിക്കില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഉറച്ചാൽ സാധിപ്പിക്കുന്ന ഒരു ആളുണ്ട്, ദൈവം. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്, യാചിക്കുന്നതാണ് പ്രാർത്ഥന. അത് യാചിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് കഴിയില്ല. കഴിയുന്ന ദൈവത്തോട് യാചിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് അഭിഷേകം ചെയ്തവനാണ്. ദാവീദ് ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അതിൽ ഏതാണ് വാസ്തു ഉദ്ദേശിക്കണമെന്ന് ഞങ്ങളെങ്ങനെ അറിയും? അല്ലേ? 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 39-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ രാജ അഭിഷേകം പ്രാപിച്ചവനാണെങ്കിലും എത്ര അഭിഷേകമുള്ളവനെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ എന്തായി പോകും? ബലഹീനനായി പോകൂലേ? ഹല്ലേലൂയ, സ്തോത്രം. ഇല്ല, ഞാൻ ഉള്ള ബലത്തോടെ എന്നെന്നും ഇരിക്കുമെന്ന് പറയാൻ കഴിവുള്ളവരൊന്ന് കൈവക്കിയേ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരിക്കലും ബലഹീനനാകില്ല, ഒരിക്കലും ഞാൻ തകർന്നു പോകില്ല. ദാവീദ് പറയുന്നു, രാജ്യത്തിന്റെ രാജാവാകാൻ അഭിഷേകം ലഭിച്ചവനാണ് ഞാൻ. വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ തകർക്കാൻ
അല്ല, ഉപയോഗിച്ചവനാണ് ഞാൻ. പക്ഷേ പലപ്പോഴും ഞാൻ എന്തായി പോകുന്നു? ബലഹീനനായി പോകുന്നു. അടുത്ത് എന്തുകൊണ്ടെന്നറിയാം ബലഹീനനായി പോകുന്നത്? എന്തുകൊണ്ട് പറയ്. കുടുംബത്തിലുള്ള ചിലര് കഠിനന്മാരായിപ്പോയി. കുടുംബത്തിലുള്ള ചിലരൊക്കെ എന്ത് ചെയ്തായി? കഠിന ഹൃദയമുള്ളവരായിപ്പോയി. അതാര്? ദാവീദിന്റെ സഹോദരിയുടെ മക്കള്. ശരു, ദാവീദിന്റെ സഹോദരിയുടെ മക്കൾ എന്തായിപ്പോയി? അവരെ ഒതുക്കാൻ ദാവീദിന് പറ്റുന്നില്ല. അവരെ നിലയ്ക്ക് നിർത്താൻ ദാവീദിന് പറ്റുന്നില്ല. അതാ ബലഹീനതയ്ക്ക് കാരണം. പ്രിയ ദൈവമക്കളെ, വെളിയിലുള്ള ഒരാളിനെ ഒതുക്കാം, പക്ഷെ അകത്തുള്ളവനെ ഒതുക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ അവൻ്റെ മരണം കാണേണ്ടി വരും. പക്ഷെ അത് കാണാനുള്ള മനസ്സാക്കില്ല ദാവീദിനില്ല. ഒതുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് ദാവീദ് ദൈവത്തോട് തന്നെ പറയുന്നു, ഞാൻ രാജാവിന്റെ അഭിഷേകം പ്രാപിച്ചവനാണ്, പക്ഷെ ഇന്ന് ഞാൻ ബലഹീനനാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഈ ബലഹീനത വരുമ്പോൾ സങ്കീർത്തനം 38:10 വായര്. സങ്കീർത്തനം 38:10 വായര്. നോക്കണമേ, ഈ കഷ്ടം അടുത്തപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ നെഞ്ച് ഇടിക്കുന്നു, വശം കെട്ടു, കണ്ണിലും വെളിച്ചം നഷ്ടപ്പെട്ടു. എൻ്റെ സ്നേഹിതരും എൻ്റെ കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറിയിരിക്കുന്നു. ഈ അനുഭവം വന്നപ്പോൾ വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യം വരെ. അല്ല, ഇവിടെ രോഗം പിടിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ ഹൃദയത്തിൽ രോഗം പിടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. യിരെമ്യാവ് 4:19 നോക്കണമേ. അടുത്ത വന്നത് വയറ്റിന് പ്രശ്നം, കഴിക്കാൻ പറ്റുന്നില്ല. വയറ്റിന് പ്രശ്നം കൊണ്ടിട ഏറ്റവും വലിയ എളുപ്പ ഗ്യാസ്. അയ്യോ എൻ്റെ ഉദരം, അയ്യോ എൻ്റെ ഉദരം. അതിന് വന്നപ്പോൾ എവിടെയാണ് ഇടിക്കുന്നത്? നെഞ്ച്. ചിലപ്പോൾ ഗ്യാസ് കയറി അടയുമ്പോൾ പറയും നമുക്ക് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ഓടി എന്ത് ചെയ്യും? ECG എടുക്കുമ്പോൾ ECGക്കകത്തൊക്കെ പ്രശ്നമായിരിക്കും. പക്ഷെ സംഭവം എന്താണ്? ഗ്യാസ്. അയ്യോ എൻ്റെ ഉദരം, അയ്യോ എൻ്റെ ഉദരം, എൻ്റെ നെഞ്ചിടിക്കുന്നു. ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. ഈ സമയത്ത് നീ എന്ത് ചെയ്യരുത്? മിണ്ടാതിരിക്കരുത്. നീ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ലൂക്കോസ് 5:4 ഹല്ലേലൂയ, സ്തോത്രം. വഴിതെറ്റിപ്പോയ ആടിനെ തെരഞ്ഞു വന്ന കർത്താവേ,
ഞാനിതാ വഴിതെറ്റി കിടക്കുന്നു, എനിക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാതെ വേണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു വഴിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. ആ ആടിനെ തെരഞ്ഞു വന്നതുപോലെ നീ അല്ലാതെ വേറെ ആരും എന്നെ തെരയാനില്ല, എന്നെ അന്വേഷിപ്പാനില്ല. ഹല്ലേലൂയ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന്, ആ ആടിനെ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് ആടിനെ എടുത്ത് തോളത്ത് വെച്ച് അതിനെ വേദന മാറ്റി, അതിനെ ആശ്വസിപ്പിച്ച് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിട്ട് ആ ആടിനോടുകൂടെ സന്തോഷിച്ച് ആ നല്ല കർത്താവേ എൻ്റെ അടുക്കലേക്ക് ഇന്ന് പകൽക്കാലം വരണമേ എന്ന് നിന്റെ നെഞ്ചിടിക്കുമ്പോൾ, നിന്റെ ഹൃദയ ഭിത്തികൾ തളരുമ്പോൾ, പ്രിയ ദൈവമക്കളെ, എങ്ങനെയെങ്കിലും അല്ല പ്രാർത്ഥിക്കേണ്ടതാ. അല്ല, നമ്മുടെ കർത്താവ് എവിടെ തേടിപ്പെയ്യെന്ന് നോക്കണം. ആരൊറ്റപ്പെട്ടു പോയിടത്ത് എത്തിയെന്ന് നോക്കണം. അവിടെ അല്ല കർത്താവിനെ അത് പറഞ്ഞ് ക്ഷണിക്കുക. 199 നീതിമാന്മാരെയും വിട്ടിട്ട് മാനസാന്തരമുള്ള ഒറ്റ ആടിനെ തേടി വന്നിട്ട് നാട്ടുകാരെ എല്ലാം വിളിച്ച, എനിക്ക് കാണാതെ പോയ മാനസാന്തരമുള്ള ഒരാട് ആണെങ്കിലും അത് കാണാതെ പോയിരുന്നു, അതിനെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരാളേ ഉള്ളൂ. നമ്മുടെ അപ്പനാണെങ്കിൽ എന്ത് പറയും? നീ എന്തിനടാ ആ വഴി പെയ്യത്, നിനക്ക് ഇതുവഴി വന്നൂടെ എന്ന് പറഞ്ഞ് ശകാരിക്കും. പക്ഷേ ഇവിടെ ഈ പിതാവുണ്ടല്ലോ, ഒരു ശകാരം പറഞ്ഞില്ല. എൻ്റെ ആട് ഒരുപാട് ദിവസം കൊണ്ട് ഭക്ഷിക്കാതെ കിടക്കുന്നു, ഒരുപാട് ദിവസം കൊണ്ട് വെള്ളം കുടിക്കാതെ കിടക്കുന്നു, അതുകൊണ്ട് അതിന് ക്ഷീണമുണ്ടാകും. അതുകൊണ്ട് ആടിനെ നടത്താമെന്നല്ല ആ യജമാനൻ, ആ നല്ല പിതാവ്, നല്ല സ്വർഗസ്ഥനായ നമ്മുടെ കർത്താവ് ചിന്തിച്ചത്. അതിനെ തോളത്തെടുത്തുകൊണ്ട് അതിന് ക്ഷീണമില്ലാതെ, അതിന് പ്രയാസമില്ലാതെ, അതിന് വേദനയില്ലാതെ, അതിന് ദുഃഖമില്ലാതെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഒന്ന് നിലവിളിച്ച്, നീ ഒന്ന് പ്രാർത്ഥിച്ച്, അല്ല ദൈവത്തോട് യാചിക്കാൻ തയ്യാറാണെങ്കിൽ നീ എവിടെ എത്തണമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം, നീ എവിടെ ആയിരിക്കണമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. നിന്റെ ദുഃഖം മാറാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിന് അറിയാം, നിന്റെ കണ്ണുനീര് മാറാൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ നല്ല അരുമനാഥൻ അറിയാം. അവൻ അത് ചെയ്ത് നിന്നെ തോളത്തെടുത്തുകൊണ്ട്, നിന്റെ ക്ഷീണം മാറ്റിക്കൊണ്ട് നിന്നെ എടുത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുവാൻ അവൻ സമർത്ഥനാണെന്ന് ഇന്ന് പകൽക്കാലം നീ അറിഞ്ഞുകൊള്ളുക. ഇന്ന് പകൽക്കാലം നീ അറിയ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, നിന്റെ കണ്ണുനീർ മാറട്ടെ, നിന്റെ വേദന മാറട്ടെ, നിന്റെ വേദന മാറട്ടെ, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ദൈവം തരട്ടെ. ഹല്ലേലൂയ, നീ ഒറ്റപ്പെട്ടു പോയോ, നീ തകർന്നു പോയോ? ഇല്ല, നിന്നെ തകരാൻ ദൈവം അനുവദിക്കുകയില്ല, നിന്നെ ഒറ്റപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്നോട് കൂടെ 1000 പേരുള്ളതിനേക്കാൾ 10,000 പേരുള്ളതിനേക്കാൾ ബലവാനായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. ഓ ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുന്ന, രക്തത്താൽ ജയമെടുക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. ഓ രീഗാമാന ശബ്ദ ഘടക. പ്രിയ ദൈവമക്കളെ, ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ചില വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരു വചനം കൂടെ വെളിപ്പെട്ടതുകൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം ഒന്നെടുത്തേ. പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 22-ാം വാക്യം വായിച്ച്. നോക്കണമേ, കാരാഗ്രഹം എങ്ങനെ സൂക്ഷ്മതയോടെ, ഒന്നുകൂടെ വായിച്ചത്. ചേവകർ ചെന്നപ്പോൾ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മതയോടെ പൂട്ടിയിരിക്കുന്നത് അവർ കണ്ടു.
കാവൽക്കാർ ഉറങ്ങാതെ നിൽക്കുന്നത് ഞാൻ ഇതേപോലെ ചില വിഷയങ്ങൾക്ക് കാരാഗ്രഹത്തിനകത്താക്കി സൂക്ഷ്മതയോടെ പൂട്ടിയിട്ട് ഒരിക്കലും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ ആ വാതിലിട്ട് പൂട്ടി നിന്റെ വിഷയങ്ങൾക്ക് ഒരിക്കലും പരിഹാരം കിട്ടരുതെന്ന് പറഞ്ഞ ശത്രു ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളുണ്ട്. എന്നിട്ട് ശത്രു എന്ത് ചെയ്യുന്നുണ്ട്? കാവലും നിർത്തിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കിടക്കാൻ നിന്നെ ദൈവം അനുവദിക്കില്ല. ആ കാരാഗ്രഹത്തിനകത്ത് കിടക്കാൻ ദൈവം നിന്നെ അനുവദിക്കില്ല. കാരാഗ്രഹ വാതിൽ തുറന്നില്ല. കാരാഗ്രഹത്തിലെ ചേവകരെ ഉറക്കിയല്ല ദൈവം പുറത്തു കൊണ്ടുപോയത്. അതിൻ്റെ 19 വാക്യം കൂടെ വായിച്ചേ. 19 കണ്ട, രാത്രിയിൽ അവർ ഇരുട്ടിൻ്റെ അധികാരമുള്ളപ്പോൾ തന്നെ കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ആ വാതിൽ തുറന്ന് പുറത്ത് അവരെ കൊണ്ടുപോയെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഒരു വാതിൽ തുറക്കുന്ന അനുഭവം എൻ്റെ ദൈവം ഈ നാളുകളിൽ നിനക്ക് തരിക തന്നെ ചെയ്യും. അത് അവരറിഞ്ഞിട്ടല്ല, അവർ പ്രവർത്തിച്ചിട്ടല്ല, അവരുടെ നിലവിളിയുടെ അല്ല, അവർ പ്രവർത്തിക്കും പോലെ അല്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ആ വാതിൽ തുറക്കാൻ പോകുന്നു. അവര് പോലും അറിയാതെ ചില വാതിലുകൾ ദൈവം നിനക്കായി തുറക്കാൻ പോകുന്നു. ഓ ജീവനമൗഷാനവരികവരമൗടെ എന്ന പകൽക്കാലം നിനക്ക് വിശ്വാസമുണ്ട്. ഏറ്റെടുത്ത് പ്രാർത്ഥന. ഹല്ലേലൂയ. ദൈവകൃപയുടെ മഹത്വം. കാരാഗ്രഹം തുറന്നില്ല, കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നില്ല. പക്ഷേ ദൈവം ആ വാതിൽ തുറന്നെങ്കിൽ, അവർ പോലും അറിയാതെ ആ വാതിൽ തുറന്നെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുക. അല്ല, ദൈവത്തിൻ്റെ വിടുതല. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആദ്യം ഈ വചനം വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ അവസാനത്തിലേക്ക് ഞാൻ പോകുന്നു എന്ന്. പക്ഷെ അവസാനത്തെ ദൂത് ദൈവം കൊണ്ടെത്തിച്ചു. അങ്ങനെയല്ല, നീ ചിന്തിച്ചതുപോലെയല്ല, ഞാൻ മറ്റൊന്ന് ചെയ്യാൻ പോകുന്നു എന്ന്. ഇന്ന് പകൽക്കാലം നിങ്ങളും ചിന്തിക്കുന്നത് പോലെയല്ല, മറ്റൊന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാം. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട്, നിങ്ങൾ ആലോചിക്കുന്നതിനപ്പുറമായിട്ട്, നിങ്ങൾ നിരൂപിക്കുന്നതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ നാളുകളിൽ നിങ്ങൾ കാണുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ.